പെങ്ങളായ നിങ്ങളുടെ ഭാര്യയായ സ്ത്രീക്ക് 3 സ്ക്വയർ ഫീറ്റ് സ്ഥലം അനുവദിച്ചു കൊടുത്തു എന്നത് വലിയ ഒരു കുറ്റമായി കാണുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് 5 കൊല്ലം കഴിഞ്ഞാൽ ആ കുറ്റം ആരേറ്റെടുക്കും എന്ന് നമ്മളൊക്കെ നിന്ന് കാണുക. കാരണം അത്തരത്തിലൊരു പാപമല്ല ചെയ്തത്. സ്ത്രീകൾ ആരാധന നിർവഹിക്കണമെന്നും അവർക്ക് അള്ളാഹുവിന്റെ ആരാധനാലയത്തിൽ സ്വാതന്ത്ര്യമുണ്ടെന്നും ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുവാൻ മറ്റൊരു ഗേറ്റിലൂടെ നിങ്ങൾക്ക് വന്ന് ആരാധന നിർവഹിച്ചു പോകാം എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം സന്ദേശമായി പഠിപ്പിച്ചത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതായി ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയ ഒരു പാപമായി കൊണ്ട് ആരും കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുപോലെ പാപമായി കണ്ട ആളുകൾ പോലും പലയിടങ്ങളിൽ സ്ത്രീകൾ ജുമഅക്ക് പോകുന്ന പള്ളി തെരഞ്ഞ് ഖുത്ബക്ക് പങ്കെടുക്കുന്നതായി അടുത്തിടെ പത്രത്തിലും ചാനലുകളിലുമൊക്കെ ഉണ്ടായിരുന്നു. ദുബായിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളി തന്നെ തെരഞ്ഞ് അവിടെ ഒരു ഖുത്ബ നിർവഹിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് ഖുത്ബ നിർവഹിച്ച് തിരിച്ചു പോരുന്നു. മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ സമൂഹത്തെ പഠിപ്പിച്ചതിന്റെ ഫലം പണ്ഡിതന്മാരിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ തെറ്റായ പ്രവർത്തനങ്ങളോ ഉണ്ടാകുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കുക സ്വാഭാവികമാണ്. കേരളക്കരയിൽ ഐക്യ സംഘം എന്ന പ്രവർത്തനം നടത്തി മുന്നോട്ടു പോകുന്ന സംഘത്തിൽ 1922 കാലഘട്ടങ്ങളിൽ കുറച്ചാളുകൾ ബസ് നിറങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ലക്ഷ്യം കാണുന്നു, ഈ ലക്ഷ്യമല്ല നമ്മളുടേതെന്ന് മനസ്സിലാക്കി. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ടു പോകുമ്പോൾ ചില ദിക്കുകളിൽ നിന്ന് അസ്വാരസ്യങ്ങൾ ഉണ്ടായി. ഇസ്ലാമിന് നിരക്കാത്ത രൂപത്തിലുള്ള ചില മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിന് സമ്മാനം നൽകിയെന്നും കേട്ടപ്പോൾ ലോകത്ത് കേരളത്തിൽ ഒരു പട്ടണത്തിൽ പോലും ബോർഡ് വെക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി അരുത്, ഇത് പാടില്ല, ഇസ്ലാമിനെ നിരക്കുന്നതല്ല എന്ന് പറഞ്ഞു. കുറച്ചാളുകൾ അതിന്റെ പേരിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവരിപ്പോൾ ഒരു സംഘമായി തന്നെ കൂടിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമികമായ ഖുലിൽ ഹഖ വ ഇൻ കാന മുർറൻ, കൈപ്പുറ്റതാണെങ്കിലും സത്യമേ പറയാവൂ എന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സമൂഹത്തെ പഠിപ്പിക്കുകയും അത് പഠിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാമികമായി മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം എന്ന വലിയ ഒരു ഉച്ചത്തിലോ വലിയ ഒരു ശബ്ദത്തിലോ അല്ല നമ്മൾ ഇത് കേൾക്കേണ്ടത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ച വഴിയിലൂടെ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നതാണ്. കാരണം മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം എന്നാണ്. മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന മോചനത്തിന്റെ മാർഗമുണ്ട്. ആ മോചനത്തിന്റെ മാർഗം ഏതാണ്? ഒരിക്കലും ഒരാളെയും ഇന്നടത്ത് നിൽക്കണം, നീ ഇന്നതാകണം, നീ സുന്നിയാകണം, മുജാഹിദാകണം, അതേ ആകാവൂ, ഇതാകരുത് എന്നൊന്നും പറയാൻ ലോകത്തിൽ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല. കാരണം പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 256 വചനം നമ്മൾ പറയും ഞാൻ അതാ, ഞാൻ ഇതാ എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാം. പക്ഷേ ഞാനും നിങ്ങളും എത്തിപ്പെടുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. പരിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പടച്ചതമ്പുരാന്റെ ദീനിൽ ഒരാളോട് ബലാത്കാരമില്ല, നിർബന്ധമായ ഒരു പ്രത്യേകമായ ഒരു സമ്മർദ്ദമില്ല. കാരണം പടച്ചതമ്പുരാൻ വ്യക്തമാക്കി തന്നിരിക്കുന്നു സത്യനിഷേധമേതാണെന്ന്, സത്യവിശ്വാസവും ഏതാണെന്ന്, ദുർമാർഗമേതാണെന്ന്, സന്മാർഗമേതാണെന്ന് വ്യക്തമാക്കി തന്നിരിക്കുന്നു. ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത്, ആരെങ്കിലും ദുർമൂർത്തികളിൽ വിശ്വസിച്ചാൽ, വയുമിൻ ബില്ലാഹ്, പടച്ചതമ്പുരാനിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വസ്ഖാ, ഉറച്ച പാശത്തെയാണ് അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ലൻ ഫിസാമ ലഹാ, അതിൽ നിന്ന് ഒരിക്കലും പിരിയഴിഞ്ഞു പോകുന്നതല്ല. വല്ലാഹു സമീഉൻ അലീം, പടച്ചതമ്പുരാൻ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനും എല്ലാം അറിവുള്ളവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, സ്വതന്ത്രമാണ്.
നമുക്ക് കേൾക്കണം, പഠിക്കണം. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക എന്താ അറിയോ, എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേട്ടതു മതി, ഇനിയൊന്നും ഞാനൊന്ന് കേൾക്കുകയില്ല. രാവിലെ പേപ്പറൊന്നും വായിക്കൂല ചിലത്. കാരണം എന്താ, ഒന്നും എനിക്ക് കേൾക്കണ്ട, പണ്ടതറിഞ്ഞ അത് ആരും ചെയ്യലില്ല. പത്രം 4-5 വായിക്കും, ഇന്നലത്തെ പേരറിയാം, അന്നത്തെ പേരറിയാം. കടയിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞൊരു സോപ്പുണ്ട് പുതിയത്, നിങ്ങൾ ഇത് വാങ്ങിക്കോളൂ. നമ്മൾ പറയും എനിക്ക് ആ സോപ്പ് വേണ്ട, ഈ മുമ്പൊന്ന് പറഞ്ഞത് അത് വേറെ ആയിരുന്നു. എല്ലാം 2-3 കമ്പനി കൊണ്ടുപോയി നോക്കൂ. എന്നിട്ട് ആ കമ്പനിയിൽ ഏത് സോപ്പാണോ നല്ലതെന്ന് ഇഷ്ടപ്പെട്ടാൽ അതാണ് പിറ്റത്തെ ആഴ്ച വാങ്ങുക. കാരണം നമ്മൾ ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. മതത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇങ്ങനല്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ദീൻ. നമ്മളതാണ് ദീനെങ്കിൽ നമ്മളാക്കിയാൽ മതിയായിരുന്നു. നമ്മളല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദൂതൻ വരച്ചു കാണിച്ച വഴിയുണ്ട് നമ്മുടെ മുമ്പിൽ, അത് നമുക്ക് വ്യക്തമാണ്. പടച്ചതമ്പുരാൻ അള്ളാഹു നമുക്ക് മോചനത്തിന്റെ മാർഗം പറഞ്ഞു തരികയും അള്ളാഹുവാണ് നമ്മളുടെ സംരക്ഷകൻ, അല്ലെ? പലരും പറയും ഇന്റെ വലിയ മറ്റേതാ, മറ്റേ വലിയ, ആ വലിയ. നോക്കൂ നിങ്ങൾ, വലിയ അള്ളാഹു പറയാണ്, അള്ളാഹു വലിയുല്ലദീന ആമനൂ, അള്ളാഹു വിശ്വാസികളുടെ വലിയാകുന്നു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇരുട്ടിൽ എപ്പോഴും വെളിച്ചം ഉണ്ടാകണം. മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കണം ഇരുട്ട് തന്നെ ആകണം എന്ന് വിശ്വസിക്കാറുണ്ട്. മതത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയും ഞാൻ പടുജാഹിലാണ്, വേറുള്ള 28 അടവും 18 അടവും എനിക്കറിയാം. അങ്ങനെയല്ല, എല്ലാ കാര്യത്തെക്കുറിച്ച് എല്ലാവരും പഠിക്കണം. മദ്രസയിൽ 8, 9, 10 വരെയുള്ള മദ്രസ പഠനകാലത്തുള്ള അറിവ് നമുക്കുണ്ടാകും. അത് നമ്മളുടെ ആ തലച്ചോറിൽ നമുക്ക് അതിൻ്റെതായ ഒരു ചെറിയ ശകലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ പുറമെ പഠിക്കണം, അതിന്റെ പുറമെ വായിക്കണം, ഇസ്ലാമികമായ പഠന സംവിധാനങ്ങൾ ഉപയോഗിക്കണം. പരിശുദ്ധ ഖുർആന്റെ തഫ്സീറൊന്നും ഇല്ലാത്തൊരു വീട് ഈ പ്രദേശത്ത്, ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരു പ്രദേശത്തും ഉണ്ടാകാൻ പാടില്ല. കാരണം അറിയോ, അള്ളാന്റെ ഖുർആൻ അതാണ് നമുക്ക് മോചനത്തിന്റെ മാർഗമായി പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത്. സൂറത്തു ഹദീദ് 57-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ. വല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാത്, ആരാണ് അല്ലാഹു എന്ന് ചോദിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കുക, വല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി, അവന്റെ അടിമയുടെ മേലിറക്കി കൊടുത്തവനാണവൻ. ആയാതിൻ ബയ്യിനാത്, വ്യക്തമായ ആയത്തുകളെ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു അവതരിപ്പിച്ചവനാണ്. ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം, തീർച്ചയായും പടച്ചതമ്പുരാൻ നിങ്ങളോട് അങ്ങേയറ്റം അലിവുള്ളവനും അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാകുന്നു. അള്ളാഹു നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാന്റെ ദൃഷ്ടാന്തം നമ്മൾ ഓരോന്നും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് ആകാശത്തേക്ക് നോക്കിയാൽ കുറച്ചുമുമ്പ് നിങ്ങൾക്ക് കാണായിരുന്നു മുഹറമാസം ഉദിച്ചതിന്റെ അടയാളം. ആകാശത്ത് ആ ചന്ദ്രപ്പറവ് ഇങ്ങനെ കാണുമായിരുന്നു. നമ്മളതിന് ആകെ മുസ്ലിങ്ങൾ പിന്നെ ആകാശത്തേക്ക് നോക്കുക 2 ദിവസം, അതാകെ കൊളാവും ചെയ്യും. ബാക്കിയുള്ള ദിവസമൊക്കെ നോക്കാത്തതുകൊണ്ട് ഏതായാലും കൃത്യത്തിനും കണക്കിനൊക്കെ പോകുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണ്ട. തമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് വശംസു വൽ ഖമറു ബിഹിസ്ബാൻ, സൂര്യനും ചന്ദ്രനും അതിന്റെ കണക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം പഴക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മളെ സമൂഹം കണക്കൂട്ടെ പഴക്കൂലേന്ന് ആകെ 2 ദിവസമാണ് നമ്മൾ ചോദിക്കുക. അത് കണ്ടാ രാവിലെ ചോദിക്കും പഴക്കൂലേ? എന്ത് പഴക്കൂലേ? ചായ ചോറല്ല, മാസം പഴക്കൂലേന്ന്. അതൊക്കെ ചൊവ്വിന് പോണുണ്ട് എന്നുള്ള വിശ്വാസികളായ ആദ്യം നമ്മളൊന്ന് പഠിച്ചിരിക്കണം. പറഞ്ഞു നമുക്ക് ദൃഷ്ടാന്താണെന്നൊക്കെ. നോക്കൂ നിങ്ങൾ, അത്ര കൃത്യമായിട്ട് അതവിടെ അങ്ങനെ വന്ന് അതിന്റെ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതങ്ങ് അസ്തമിച്ചു പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് എത്ര ഭീമാകാരാണ്. ഇതിനെത്തകൾ എത്ര വലുപ്പുണ്ട് ഭൂമി, അതിന്റെ എത്ര ഇരട്ടി വലുപ്പുണ്ട് സൂര്യൻ. ഇവയൊക്കെ വരച്ച വരിയിൽ അള്ള നിർത്തുക. നമ്മളീ വേണമെങ്കിൽ അതേപോലെ ബാങ്ക് കൊടുത്താൽ പള്ളിക്കാരൻ കഴിഞ്ഞാൽ പൊരീക്ക് ഓരോ ക്രമത്തിലും ആ വരച്ച വരിയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടത്താം. പക്ഷെ അള്ള സ്വാതന്ത്ര്യം തന്നേക്കുകയാണ്. മനുഷ്യ തലച്ചോറ് തന്നിട്ടുണ്ട്, വേണമെങ്കിൽ ചിന്തിച്ചിട്ട് സത്യമാർഗം കണ്ടെത്തിക്കോന്ന്. അവർക്ക് പ്രത്യേകിച്ച് രാത്രി പോകാൻ വേറൊരു വയ്യും, പകല് പോകാൻ വേറൊരു വയ്യൊന്നുമില്ല. ഒക്കെ അതിന്റെ ഫലക്കിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ ഓർത്തുക്കുക, അള്ള തരുന്ന ദൃഷ്ടാന്തങ്ങളെ പലപ്പോഴും നമ്മൾ ദൃഷ്ടാന്തമായിട്ട് കണക്ക് കൂട്ടൂല. ഇപ്പൊ ചിലയിടത്തൊക്കെ നിങ്ങൾ ഭൂമി കുലുങ്ങുന്നു, അപ്പൊ നമ്മൾ പറയും ഭൂമി ഇനിയിപ്പോ നാളെ മറ്റന്നാൾ അവിടെ കുലുങ്ങി നിൽക്കുക. അത് പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയതിന്റെ ഫലമായിട്ട് വന്നതാണ്. നമ്മൾ മര്യാദക്കിടക്കായിട്ട് പടച്ചോൻ തരുന്ന പരീക്ഷണം നമ്മൾ മനസ്സിലാക്കൂല, അല്ലെ? സുനാമി ദുരന്തം വന്നു. സുനാമിയിൽ ഒരുപാട് ആളുകൾ പഠിച്ചു, ഒരുപാട് പാഠം പഠിച്ചു.
പിടിച്ചു. കുറെ ആളുകൾ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയി. കുറെ ദുരന്തങ്ങളുണ്ടായി, കുറെ ദുരിതങ്ങളുണ്ടായി. പടച്ച തമ്പുരാന്റെ കടൽക്കരയില് നിങ്ങൾ അത്ര സുരക്ഷിതാന്ന് തോന്നണ്ട. റിസോർട്ടും ആസ്വാദനവും കള്ളും വ്യഭിചാരമായിട്ട് പോണ്ട. കടലിൻ്റെതാന്ന് പടച്ചോൻ പഠിപ്പിച്ചൊന്നു, കരിയും പടച്ചോൻ്റെ ആണെന്ന് പഠിപ്പിച്ചൊന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയാ അറിയോ? അത് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് അയച്ചതാണ്. പടച്ചോന്റെ പരീക്ഷണാന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാൻ ഇറക്കി തന്ന അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ പോലും ഒരു കാലത്ത് പരിഭാഷ ചെയ്യപ്പെടുക, അതുപോലെ തന്നെ അതിന്റെ ഖുർആൻ പരിഭാഷ ഇറക്കാൻ പാടില്ലായിരുന്നു ഇവിടെ. അത് കേന്ദ്ര സർക്കാർ നിരോധിച്ചതോ കേരള സർക്കാർ നിരോധിച്ചതോ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ചതോ ഒന്നുമല്ലായിരുന്നു. സാക്ഷാൽ ആലിം